ഹലോ വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിയുടെ ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് ആണ്. എസ്പെഷ്യലി ധ്യാൻ ശ്രീനിവാസൻ വളരെ നന്നായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇദ്ദേഹത്തിന്റെ സിനിമ, ഞാൻ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് നദികളിൽ സുന്ദരി യമുനയാണ്. അതിനപ്പുറം അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷം തൊട്ട് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. കാരണം അത്രയും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു എല്ലാ സിനിമക്കും കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളുകൾ പൊതുവെ കണ്ണ് നിറയുന്നത് അയ്യോ പൈസ പോയി എന്ന് ആലോചിച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. നമുക്ക് വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. പുള്ളിയുടെ പല ഡയലോഗ്സും നമ്മളെ നല്ല രീതിയിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രണവ് മോഹൻലാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗെറ്റപ്പ്, മുടിയൊക്കെ നീട്ടി വളർത്തി മ്യൂസീഷ്യൻ എന്നുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡയറക്ടർ കൃത്യമായിട്ട് ക്യാരക്ടർ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നു പോകുന്ന എല്ലാവരും, ചെറിയൊരു സീനാണെങ്കിൽ പോലും, എസ്പെഷ്യലി നീരജ് മാധവ്, അജു വർഗീസ്, പിന്നെ ബേസിൽ ജോസഫ്, ഇവരെല്ലാവരും വന്നു പോകുന്ന സീൻസൊക്കെ നല്ല ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് ഹാഫിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ വരുന്നത്. അത് നല്ല രീതിയിൽ കോമഡിയും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ വർക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഒരു ആവറേജ് മൂവി ആയേക്കാവുന്ന ഈ ഒരു സിനിമ ഒരു എബോ ആവറേജ് ആയത് നമ്മുടെ നിവിൻ പോളിയുടെ പ്രസൻസ് കൊണ്ടാണ്. നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു സിനിമ ശരിക്കും ഒരു തിയേറ്റർ വൈബ് വന്നത്. അതുവരെ വളരെ ഒരു ഇമോഷണലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ നമുക്ക് കൈയടിക്കാനും പിന്നെ നല്ലൊരു കോമഡിയും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ സ്വന്തം നിവിൻ പോളി വന്നതിന് ശേഷമാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, പൊതുവേ നമ്മുടെ മലയാളം സിനിമകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ, ഒരു ഫാമിലി മൂവി അല്ലെങ്കിൽ ഒരു കുറച്ച് ഫണ്ണൊക്കെയുള്ള സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലായിരിക്കും കൂടുതലും കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥയിലൊരു ടേൺ വരും. പിന്നീട് അങ്ങോട്ട് കഥ കുറച്ച് സീരിയസ് ആയിട്ട് പോകും. അതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. പക്ഷേ ഈ സിനിമയിൽ നേരെ തിരിച്ചാണ്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ ഒരു സീരിയസ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കോമഡിയും എൻ്റർടൈൻമെൻറ്റും ഭയങ്കര നമ്മളെ എൻഗേജിങ് ആയി ചില്ലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെത്. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ്, അതായത് ഇൻ്റർവെൽ വരുമ്പോൾ ഒരു സിനിമ എൻഡ് ചെയ്യുന്ന പോലത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഫുൾ സിനിമ എൻഡ് ചെയ്യുന്ന പോലെയുള്ളൊരു ക്ലൈമാക്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കമാണ്. അതായത് തുടക്കത്തിലൊരു 30-35 മിനിറ്റ്സ് പല സീൻസിലും എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് വിനീത് ശ്രീനിവാസൻ്റെ ഇതിനു മുമ്പത്തെ ഹൃദയം എന്ന് പറയുന്ന സിനിമ പേഴ്സണലി എനിക്ക് അധികം ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. അതുപോലെ ഒരു ക്രിഞ്ച് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അതായത് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ക്യാരക്ടേഴ്സുമായിട്ടൊന്നും അധികം കണക്ഷൻ വന്നിട്ടില്ല. സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പം അത് നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ഒരു ക്യാരക്ടേഴ്സുമായിട്ടുള്ള നമ്മളെ ട്രാവൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയത്തുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. അതേപോലെ എടുത്തു പറയേണ്ടുന്നത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും തമ്മിലുള്ള സീൻസൊക്കെ കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതുപോലെ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നി. അപ്പോൾ ആ തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അയ്യോ ഇതൊരു ഹൃദയം പോലത്തെ ഒരു സിനിമയാണോ ഇങ്ങനെ. അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സ്ഥിരം ശൈലി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലും, മലർവാടി ആയിക്കോട്ടെ, ഹൃദയം ആയിക്കോട്ടെ, ഇതിലൊക്കെയും കുറച്ചൊരു നമ്മളെ പ്രേക്ഷകരെ ഇമോഷണലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഡയലോഗ്സിലും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ വരുത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതുതന്നെയായിരുന്നു ഈ സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്തിലുള്ള വിഷ്വൽസ്, അതായത് പഴയ കാലഘട്ടത്തിലെ വീടും പിന്നെ പുറത്തെ എന്താ പറയുക വഴികളും പിന്നെ കല്യാണി പ്രിയദർശൻ്റെ ആ വീട്ടിലേക്ക് കയറുന്ന പടികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്വൽസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മളധികം ബോറടിപ്പിക്കാതെ
പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടക്കത്തിലാണെങ്കിൽ വലിയ ബോറിംഗ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ തുടക്കം ഒരു ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആക്ച്വലി തോന്നിയിരുന്നു ആവേശത്തിന് കയറിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിരുന്നു തുടക്കത്തിലെ കുറച്ച് സീൻസ് കണ്ടപ്പോൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പടം ഓണായി. അതായത് പിന്നീട് അങ്ങോട്ടുള്ള ഈ എല്ലാ സീൻസ് എടുത്തു കഴിഞ്ഞാലും ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പം അത് ഡയറക്ടർ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ ഇമോഷണലി കണക്ട് ആകുന്നുണ്ടായിരുന്നു. പല സീൻസിലും എൻ്റെ കണ്ണ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ള നെഗറ്റീവ്സ് ഒക്കെ തന്നെ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ അങ്ങ് ബാലൻസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. തുടക്കത്തിലുള്ള നെഗറ്റീവ്സ് ഫുള്ളൊരു സിനിമയുടെ ഒരു ആസ്വാദനത്തിന് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതോടുകൂടി ഓരോരോ ആൾക്കാർ വരുമ്പം, അതായത് നീരജ് മാധവൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ടായിരുന്നു. അതായത് അതിന് ശേഷമാണ് കുറേ കോമഡിയൊക്കെ വരുന്നത്. അതുവരെ ഭയങ്കര ഒരു സീരിയസ് ആയി ഇമോഷണലി കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ പെട്ടെന്ന് അങ്ങോട്ട് സംഭവം പരിപാടി മാറി, ഫുൾ കോമഡി. പിന്നെ നിവിൻ പോളി വന്നതിന് ശേഷം ഇതിൻ്റെ ഗതിയെ മാറി. അതിന് ശേഷമാണ് തിയേറ്ററിൽ മൊത്തം കയ്യടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് അതുവരെ ഒരു നോർമൽ സിനിമയായിരുന്നൊരു സാധനം കുറച്ചൊരു മാസമായിട്ടൊക്കെ മാറിയത് നമ്മുടെ നിവിൻ പോളിയുടെ എൻട്രിയോടുകൂടിയാണ്. അതായത് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ പറയാനുള്ളൊരു സ്പേസ് നമ്മുടെ സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഒരു ഡയലോഗ് ഉണ്ട് അതിൽ, ഒറ്റക്ക് വന്നവനാടാ ഞാൻ, ഒറ്റക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെന്ന് പറഞ്ഞിട്ടൊരു സീനുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് ഇത് നമ്മളെ പ്രേക്ഷകർക്ക് ഇട്ടിട്ടുള്ളൊരു താങ്ങാണ്. അതായത് ഇദ്ദേഹത്തിന് ഒത്തിരി പേര് ബോഡി ഷേമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പത്തെ പല സിനിമകളും ഫ്ലോപ്പാണ്. അപ്പോൾ ഇത് നമ്മളെക്കെതിരെയാണ് പറയുന്നതെങ്കിൽ പോലും അത് നമുക്ക് അങ്ങനെ ഒരു ഇതിലല്ല തോന്നുന്നത്. നല്ലൊരു കോമഡി ആയിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അത് കേൾക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും അത് വർക്കായിട്ടുണ്ട്. തിയേറ്ററിൽ നല്ല കയ്യടിയായിരുന്നു. നിവിൻ പോളി വന്നപ്പോൾ തൊട്ട് അങ്ങോട്ട് കുറേ സമയത്തേക്ക് ഞാനൊക്കെ സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നിവിൻ പോളിനെ കുറേ നാളായി ഇങ്ങനെ ഒരു സ്ക്രീനിൽ കണ്ടിട്ട്, അതായത് നമ്മൾ ആ പ്രേമമൊക്കെ ഇറങ്ങിയ സമയം ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ ഒക്കെ നിവിൻ പോളിക്ക് ഒത്തിരി ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സ്ക്രീൻ പ്രസൻസും തമാശയും പിന്നെ ഒരു മാസവും ഒക്കെ വന്നിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നിവിൻ പോളിയെ നമ്മളിങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിയുടെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയത്. ആവേശം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്ന് ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണാൻ. നിവിൻ പോളിനെ കണ്ടിട്ട് കുറേ നാളായി എന്നുള്ള രീതിക്കാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കായിരുന്നു. എനിക്ക് അങ്ങനെ നിവിൻ പോളിയുടെ ഒരു സംഭവം എനിക്ക് ഓവറായിട്ട് തോന്നിയിട്ടില്ല. എനിക്കെല്ലാം ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. പുള്ളി അത് നന്നായിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇതിൽ ഉള്ള പല ആക്ടേഴ്സിനെയും ഇവർ ഇതിനുള്ളിൽ തന്നെ ട്രോളുന്നുണ്ട്, നൈസായിട്ട് ട്രോളുന്നുണ്ട്. അത് മനസ്സിലാകുന്ന ആളുകൾക്ക് എന്തായാലും നന്നായിട്ട് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഫണ്ണി ആയിരുന്നു. നമുക്ക് തിയേറ്ററിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വിനീത് ശ്രീനിവാസൻ നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവർക്കും ഒരു ഡൗട്ടും വേണ്ട, എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാം. അതുപോലെ നല്ല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പം അടുത്തിറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു. അതേപോലെ ഈ വർഷങ്ങൾക്ക് ശേഷവും ഹിറ്റാവട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.